Hi everyone, welcome to my channel. I'm Subi. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് കോളിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പല കളറിൽ നമുക്ക് പ്ലാന്റ് കാണാറുണ്ട്. അപ്പോൾ ഞാനതിനകത്ത് ഒരു പിങ്ക് വയലറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ട്രേയിൽ ഞാൻ അതിനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ രണ്ട് ലീഫ്, പിന്നെ അതിനേക്കാൾ ഒരു മീഡിയം സൈസും പിന്നെ രണ്ട് ബിഗ് സൈസ് ആയിട്ടുള്ള പ്ലാന്റാണ് ചെയ്തേക്കുന്നത്. ലീഫാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബിഗ് സൈസ് ഉള്ളത് ഒരു 2 എണ്ണം കൂടെ ചെയ്ത പ്ലാന്റ് കുറച്ചുകൂടെ വലുതായിട്ട് ഇരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനമാണ്. പിന്നെ നിങ്ങളുടെ ക്രോഷ്യ അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. കൂടെ വലുപ്പമുള്ള ലീഫുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സ്ലിപ്പ് നോട്ട് ഇട്ടു. നമുക്കൊരു 16 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റത്തെ സ്റ്റിച്ചിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എപ്പോഴും നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമുക്കൊരു 8 തവണ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8. ഇനി 2 ടൈംസ് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2. ഇനി 2 തവണ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2. എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയിൻ 1, ദെൻ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഈ ലൂപ്പിനെ ഒന്ന് ബാക്കിലോട്ട് വച്ച് പിടിക്കാം. ഇനി ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇവിടെ അറ്റം വരെ ചെയ്തേക്കാം. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ആക്കി സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. അതേ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് 2, അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ഡബിൾ ക്രോഷ്യസ് ഓൺ ദി സെയിം സ്റ്റിച്ച്. കണ്ടില്ലേ? അടുത്തതായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ. വീണ്ടും സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇത്
ബേസിക് സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ, ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയെടുക്കണം. വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ്, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ, യാൺ എവിടേക്കോ കെട്ടിപ്പിടിച്ച് പോയിട്ടുണ്ട്. കട്ട് ചെയ്യേണ്ടി വരുമോ എന്ന സംശയം. ഇതൊട്ടും മാറ്റിക്കാനുള്ളത് ഇട്ടില്ല, അപ്പോഴത്തേക്കും കട്ട് ചെയ്യേണ്ടി വരും. ചില സമയത്തൊക്കെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ച പോലെ ഇരിക്കാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വീണ്ടും. ഇനി ഞാൻ ഈ നൂലിനെ ഒന്ന് കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുത്തേക്കട്ടെ കേട്ടോ, എന്നിട്ട് ചെയ്യാമേ. ഇപ്പോൾ കെട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും കെട്ട് എടുക്കേണ്ടി വരും. ഇനി ബാക്കിയുള്ള 3 സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാമേ. 1 2 3. ഇനി നമ്മുടെ ടോപ്പിൽ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് എന്തായാലും ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഒരു ചെയിൻ 1, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ കൂടി. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് കാണത്തില്ല, നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സ്റ്റിച്ച് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് 3 അപ്പുറത്ത് ചെയ്ത് അതുപോലെ തന്നെയാണ് ഈ സൈഡിലും വരുന്നത് കേട്ടോ. 3 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് അപ്പുറത്തും കണ്ടിന്യൂ ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഈ 2 ലൂപ്പ് ഇങ്ങനെ വെക്കുക. ഇനി നമുക്ക് ഈ ആണിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, കളറ് ചേഞ്ച് ചെയ്യുന്നു. ഈ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ചെയിൻ 1 പ്ലസ് ഒരു സിംഗിൾ ക്രോഷേ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാം. നമ്മൾ മറ്റുള്ള സെക്കൻഡ് ടൈപ്പ് ലീഫിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഈ ബാക്കിൽ വരുന്ന ഈ 2 ലൂപ്പിനെ ഇതിനകത്ത് തന്നെ പിടിച്ച് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. 2 സ്റ്റിച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ അടുത്തത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇപ്പം അത് സെക്യൂർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൂലിനൊന്ന് മാറ്റി വയ്ക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ്,
സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 തവണയാണ് ഡബിൾ ക്രോഷേ ചെയ്തത്. ഇനി അടുത്ത സ്റ്റിച്ചിലായിട്ട് ഒരു ഡബിൾ ക്രോഷേ, വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ്, ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ആദ്യത്തെ ഒരു സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്നില്ല, അതിന് പകരം അതിന് താഴെ വരുന്ന സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിന് പകരം പിന്നെ ഇപ്പുറത്ത് വരുന്ന നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇതിന് നേരെ താഴെ എടുക്കുന്നു. നമുക്ക് യാണിനെ കുറച്ച് നീട്ടിയെടുക്കാം, എങ്കിലേ അതിൻ്റെ ഒരു സൈസ് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. കണ്ടോ, ഇവിടെ ഡബിൾ ക്രോഷേ. അപ്പോൾ ഇത് നേരെ വരുന്നു, ഇതിനെ തൊട്ട് അടുത്ത സ്റ്റിച്ചിലാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ്, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് കൂടെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് താഴത്തോട്ട് വരുന്ന ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. ഇനി വീണ്ടും ഡബിൾ ക്രോഷേ അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ, പിന്നെ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഡബിൾ ക്രോഷേ ഇൻക്രീസ്, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒരു താഴത്തോട്ട് ഇറങ്ങിയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാം. താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ തന്നെ ചെയ്യാം. ചില നൂലുകൾ നമുക്ക് പണി തരുന്ന നൂലുകളാണ് കേട്ടോ. ഇപ്പോൾ ഈ മിൽക്ക് കോട്ടണിൽ തന്നെ പല ടൈപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില നൂലുകൾ എപ്പോഴും ഇങ്ങനെ പിരിഞ്ഞ്, ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെ ആകെ പിരിഞ്ഞാണ് എപ്പോഴും ഇരിക്കുക. എന്നാൽ ഇത് നോക്കൂ, ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഇതിന്ന് ഒരിക്കലും ഇങ്ങനെ പിരിഞ്ഞു പോരില്ല. അപ്പോൾ ഈ പിരിഞ്ഞു പോരുന്ന നൂലുകൾ നമുക്ക് ശരിക്കും നല്ല പണി തരുന്ന ആൾക്കാരാണ് കേട്ടോ. അത് നമ്മൾ യാൺ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എല്ലാ സ്റ്റിച്ചുകളും എല്ലാ നൂലുകളും കൂടി ഒരുമിച്ച് പോരില്ല. ഇതും 5 പ്ലൈ തന്നെയാണ്, കണ്ടില്ലേ, ഇതിനകത്ത് 5 നൂലാണുള്ളത്. പക്ഷേ ഇതിങ്ങനെ എപ്പോഴും പിരിഞ്ഞ് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ചില കളറുകൾ അങ്ങനെ വരത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. കണ്ടോ, അത് ഞാൻ പറഞ്ഞത്, ചില നൂലുകൾ നമുക്കിങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വെൽവെറ്റ് പോലെയാണ് ഇരിക്കുക, ചിലത് ഇതുപോലെ പിരിഞ്ഞ് വരും, എന്താണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യാനുള്ളത്. 1 2 3
4 5. ഇപ്പം ഞാനിവിടെ 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലത്തെ സ്റ്റിച്ചാണ്. അതിൽ നമുക്ക് ഈ ഹുക്കിനെ കടത്താവുന്നതാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പണി. എന്തായാലും കടത്തണം. ഓക്കെ, അതിനകത്ത് നമുക്ക് സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, സിംഗിൾ ക്രോഷ്യ. ഇനി ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിവേഴ്സിൽ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഓക്കെ, അറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ലൂപ്പ് ഇവിടെ നിർത്തിയേക്കാണ് ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിനകത്തൂടെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. കളറ് ചേഞ്ച് ചെയ്തു. ഇനി ഈ സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ചിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചാണ്. ഇനി ചെയിനിനകത്ത് നമുക്ക് വയറ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളതൊക്കെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള തിന്നായിട്ടുള്ള വയർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് നീട്ടി വെച്ചിട്ട് പിടിക്കാം. ഇതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ഇട്ട സ്ഥിതിക്ക് സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രീൻ വെച്ചിട്ട് സാധാരണ ചെയ്യുന്ന 2 ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്തേക്കാം കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, ഫ്രണ്ട് ലൂപ്പ്, സിംഗിൾ ക്രോഷ്യ, വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരു 10 തവണ ഈ സൈഡിൽ ചെയ്തേക്കാം കേട്ടോ. ഇപ്പം 10 എണ്ണം ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന സ്റ്റിച്ചസിൽ ഒരു 6 സ്റ്റിച്ച് ഉണ്ടായിരിക്കും. അവിടെ ഞാൻ സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റിച്ച് എങ്ങാനും ചിലപ്പോൾ കൂടുതലോ കുറവോ വരും. സോ ബാക്കി ഈ സെൻറ്ററിലത്തെ അല്ലാതെ വരുന്ന ബാക്കി സ്റ്റിച്ചസിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്യാം. ഇനി സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ച്, സെൻറ്ററിലെ സ്റ്റിച്ചിൽ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, 2 ലൂപ്പ് ഇടാം, 2 ചെയിൻ സ്റ്റിച്ച് ഇടാം, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇവിടേക്ക് ഒരു 6 സിംഗിൾ ക്രോഷ്യ വീണ്ടും ഒരു 10 തവണ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ 6 ലീഫ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു കുറച്ച് കട്ടിയുള്ള ഒരു കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഗ്രീൻ കളറിൽ യാൺ ആവശ്യമുണ്ട്. അപ്പോൾ ചുറ്റി വയ്ക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. 2 എണ്ണം ഇങ്ങനെ കൂമ്പിയാണ് ഇരിക്കുക. ഞാൻ ഇനി നമുക്കിതിനെ ഇപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ കൂട്ടി പിടിക്കുകയാണ്. അത് ചുറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൂട്ടി പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം വയറുള്ളത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണത്തിന് തിരിച്ചു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചുറ്റാനുള്ള സൗകര്യം ആണ് നോക്കുന്നത്.
ഇനി നമുക്ക് ഇത്രയും ചുറ്റിയില്ലേ, ഇനി നമുക്ക് അടുത്ത സെക്ഷനായിട്ടുള്ള ലീഫ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അടുത്ത 2 ലീഫുകൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചുറ്റാണ് ലീഫിൻ്റെ കുറച്ചൊരു തണ്ട് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കണേ, കുറച്ച്. ഒരു 2 റൗണ്ട് ചുറ്റിയിട്ട് അടുത്തത് വെച്ചാലും മതി, ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കയ്യിൽ അങ്ങ് നിൽക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ലീഫ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. സ്ഥലം മാറിപ്പോവരുത്. ഒരു 2 ലീഫും കൂടിയും ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു ഇത്രയും ചെയ്തപ്പോൾ തന്നെ. പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ കൈക്ക് വേദനയുണ്ട്. ഒരു 2 ലീഫും കൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കാണാൻ ഒരു പ്ലാന്റിൻ്റെ ഒരു തല നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത സെറ്റ് 2 എണ്ണം വെച്ചേക്കാം. തണ്ടൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം കുറച്ചൊന്ന് നീളത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ചെയ്തേക്കാം. ഇത് ചുറ്റുന്നത് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിക്കോളൂ, അഴിഞ്ഞു പോരാതെ. നെക്സ്റ്റ് ലീഫും കൂടെ വയ്ക്കാം. ഇനി ഞാനിത് അറ്റം വരെ ചുറ്റിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ.